സിവിൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് RCCൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോർഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരുന്നു എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അവരുടെ ബുക്കിലേക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഓഫ് M25 കോൺക്രീറ്റ് ആണ്. ഓപ്ഷൻ എ 4 MPa, ഓപ്ഷൻ ബി 3.5 MPa, ഓപ്ഷൻ സി 3 MPa, ഓപ്ഷൻ ഡി 1.75 MPa അല്ലേ. അപ്പം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കാണുക? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാണുക? ഇവിടെ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫ്ലെക്ചറൽ സ്ട്രെങ്ത്തിനെ നമ്മൾ FCR എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. FCR ഈസ് ഈക്വൽ ടു 0.7 റൂട്ട് FCK ആണ് അല്ലേ. ഈ ഒരു M25 കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ FCK വാല്യൂ വരുന്നത് 25 ആണ്. അപ്പം 0.7 ഇൻറ്റു റൂട്ട് 25 എന്ന് വരും. അപ്പം എന്താണ് വരിക? 0.7 ഇൻറ്റു 5 അല്ലേ, 3.5 ആണ് ആൻസർ വരുന്നത്. അപ്പം ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3.5 MPa. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 2 ചോദിച്ചിട്ടുള്ള എന്താണ്? ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഈസ് ഡിസിഗ്നേറ്റഡ് ആസ് അല്ലേ Fe415 ഇഫ് അതിനെന്താണ് പറയാന്നാണ്. ഓപ്ഷൻ എ ദ അപ്പർ yield സ്ട്രെസ് ഓഫ് ദ സ്റ്റീൽ ഈസ് 415 Nm². ഓപ്ഷൻ ബി ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് ദ സ്റ്റീൽ ഈസ് 415 Nm². പിന്നെ ഓപ്ഷൻ സി ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഈസ് 1.15. ഓപ്ഷൻ ഡി ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് 415 Nm². അപ്പം ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. Fe415 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് 415 Nm² ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ ടെൻസൈൽ സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്, ഓപ്ഷൻ ബി കംപ്രസീവ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്, ഓപ്ഷൻ സി ബെൻഡിങ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്, ഓപ്ഷൻ ഡി yield സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. yield സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ കണക്ട് ചെയ്തിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിപ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ പറഞ്ഞല്ലേ yield സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ് അല്ലേ. അതിന് ഏത് ടൈമിലാണ് പറയാന്നുള്ളത് നോക്കാം. നമ്മളിപ്പം എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പം yield സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ് ആയിരിക്കില്ല ഉണ്ടാവുക. അതാണ് നമ്മളൊരു എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ. മറിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ അല്ലേ, ബ്രിട്ടിൽ മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ പെർമിസിബിൾ സ്ട്രെസ് ആണ്. ഇപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനാണല്ലേ പറഞ്ഞിട്ടുള്ളത്, ഡക്റ്റൈലും ബ്രിട്ടിൽ മെറ്റീരിയലും. നമ്മളിപ്പോൾ ജനറലി ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? പെർമിസിബിൾ സ്ട്രെസ് അല്ലേ. പെർമിസിബിൾ സ്ട്രെസ് ആണ്. ഇത് മൂന്നും ഓർത്ത് വെക്കുക. നമുക്ക് ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം അല്ലേ. അപ്പം ഈ ഒരു 3 കാര്യമാണ് നോക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അല്ലേ, നമ്മൾ ഇന്ന് ടോപ്പിക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിസൈൻ തിയറി ആണ് കേട്ടോ. ഡിസൈൻ
തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ തിയറി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുകയാണ്, വീട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പം അതുണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് എത്ര ലോഡ് വരും, അത് എത്ര സേഫ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലേ. നമ്മളിപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്ത് തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും സേഫ് ആയിട്ടായിരിക്കും അല്ലേ ചെയ്യേണ്ടത്. അപ്പം അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഏത് തിയറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാനുണ്ട്. അപ്പം ഡിസൈൻ തിയറീസ് നോക്കുന്നതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുകയാണ് അല്ലേ. അപ്പം അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കുറച്ച് പോയിന്റ്സിനെ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ. കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ലാബ് നമ്മൾ ഡിസൈൻ ചെയ്യാണ്. അപ്പം അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിലേക്ക് വരുന്ന ലോഡിനേക്കാളും കൂടുതലായിരിക്കണം അതിൻ്റെ സ്ട്രെങ്ത് വരുന്നത്. നമ്മളിപ്പം ഒരു റൂഫ് ഡിസൈൻ ചെയ്യാണ്. അപ്പം ആ ഒരു റൂഫിലേക്ക് ലോഡ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ലോഡ് എന്ന് പറയുന്നത് ഈ ഒരു റൂഫിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ലാബിൻ്റെ സ്ട്രെങ്ത്തിനേക്കാളും കുറവായിരിക്കണം. അപ്പം ഇതാണ് ഡിസൈൻ തിയറിയിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട പോയിന്റ്, സ്ട്രെങ്ത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ അല്ലേ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ലോഡ് ഫാക്ടർ അല്ലേ. ലോഡ് ഫാക്ടർ ആണ്. അതാണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് അല്ലേ. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്തിനേക്കാളും കുറവായിരിക്കണം അല്ലേ. അപ്പോഴാണല്ലേ ആ ഒരു സ്ട്രക്ചർ ഫെയിൽ ആവാതിരിക്കുക. മറിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ആ ഒരു മെറ്റീരിയലിനേക്കാളും കൂടുതലാണെങ്കിൽ ആ സ്ട്രക്ചർ ഫെയിൽ ആയിപ്പോകും അല്ലേ. നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ട്രക്ചറിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞല്ലേ. അപ്പം ആ ഒരു ലോഡിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ലാബിൻ്റെ ലൈഫ് ടൈമിലേക്ക് ഒരു ലോഡ് എഫക്റ്റ് ചെയ്യും അല്ലേ. ആ ഒരു ലോഡിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ലോഡിനെ നമ്മൾ പറയുന്നതാണ് സർവീസ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ സേഫ് ലോഡ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. സേഫ് ലോഡ് എന്നൊക്കെ പറയും. എന്താണ് ഈ ഒരു സർവീസ് ലോഡ്, വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ സേഫ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂഷ്വൽ ഓർ അല്ലെങ്കിൽ യൂഷ്വൽ ലോഡ് എന്ന് എഴുതാം. യൂഷ്വൽ അല്ലെങ്കിൽ നോർമൽ അല്ലേ. നോർമൽ ലോഡ് acting on a member during its lifetime ആണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യം എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ഗ്രേറ്റർ ദാൻ ലോഡ് അപ്ലൈഡ് ആണ്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ലാബ് നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ അപ്ലൈ ആവുന്ന ഒരു യൂഷ്വൽ ലോഡ് അല്ലേ, അതിൻ്റെ ലൈഫ് ടൈമിൽ അപ്ലൈ ആവുന്ന ഒരു യൂഷ്വൽ ലോഡിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് തേർഡ് നോക്കേണ്ട ഒരു കാര്യം അല്ലേ, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തേർഡ് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർവീസബിലിറ്റി ആണ്. സർവീസബിലിറ്റി അല്ലേ. നമ്മൾ ഒരു ചെയർ ഡിസൈൻ ചെയ്യാണ്. നമ്മളിപ്പോൾ ഒരു ചെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് സർവീസബിലിറ്റി എന്നാണ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ചെയർ നമ്മൾ വീട്ടിലേക്ക് ഇരിക്കാൻ ഒരു ചെയർ വാങ്ങുന്ന സമയത്ത് ആ ഒരു ചെയർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാൾ ഇരിക്കുന്ന സമയത്ത് അത് പൊട്ടാൻ പാടില്ല അല്ലേ. അപ്പം അതിനെ തന്നെയാണ് നമ്മൾ ഈ ഒരു സർവീസബിലിറ്റി എന്ന് പറയുന്നത്.
ഒരു മെമ്പർ നമ്മൾ എന്തിനാണോ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം അത് ഫുൾഫിൽ ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആൾക്കാർക്ക് കയറി താമസിക്കാൻ പറ്റണം അല്ലേ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർക്കെന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഒരു 10 മെമ്പർ ഉണ്ടെങ്കിൽ ആ 10 മെമ്പർക്കും താമസിക്കാൻ പറ്റിയൊരു വീടായിരിക്കണം അല്ലേ. മറിച്ച് ഒരു 5 ആൾ കയറി 6ാമത്തെ ഒരാൾ കയറുമ്പോഴത്തേക്ക് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണെങ്കിൽ അത് അതിൻ്റെ ആ ഒരു നമുക്ക് എന്താണോ ആവശ്യം അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ. അപ്പം അതാണ് സർവീസബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. സർവീസബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ മെമ്പർ ഷുഡ് ഫുൾഫിൽ ഇറ്റ്സ് പേർപ്പസ് without showing any deflection, crack and vibration on service load അല്ലേ. സർവീസ് ലോഡ് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ, നമുക്ക് ഈ ഒരു മെമ്പറിൽ ലൈഫ് ടൈം ആക്ട് ചെയ്യുന്ന ആ ഒരു ലോഡ്, ഈ ഒരു ലൈഫ് ടൈം ഇത്ര ലോഡ് ആക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ആവശ്യം കറക്റ്റ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുക അല്ലേ. അപ്പം അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട 3 പോയിന്റ്സ്. ഏതൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് വണ്ണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ്, സേഫ് ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം വർക്കിംഗ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂഷ്വൽ ലോഡ് ആക്ടിങ് ഓൺ എ മെമ്പർ ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സർവീസ് ലോഡ് എന്ന് പറയുന്നത്. പിന്നെ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒരു മെമ്പർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ സർവീസ് ലോഡാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആയിരുന്നു. മെറ്റീരിയൽ ഗ്രേറ്റർ ദാൻ ലോഡ് അപ്ലൈഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കുക ഫസ്റ്റ് സർവീസ് ലോഡ് നോക്കുന്നതായിരിക്കും അല്ലേ. ഫസ്റ്റ് സർവീസ് ലോഡ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സർവീസ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ലൈഫ് ടൈം ഒരു മെമ്പറിലേക്ക് ആക്ട് ചെയ്യുന്ന ആ ഒരു ലോഡ്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് എന്താണ്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഈസ് ഗ്രേറ്റർ ദാൻ ലോഡ് അപ്ലൈഡ് അല്ലേ. ഇങ്ങനെ വരുന്ന ആ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു മെമ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സർവീസബിലിറ്റി അല്ലേ. എന്തിനു വേണ്ടിയാണോ നമ്മളത് ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ആവശ്യം ഇത് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം മനസ്സിലാക്കി വെക്കുക. ഒരു വീട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ചെയർ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾസ് ആണ്, ചെയർ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇത്ര കാലത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം അല്ലേ. 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈൻ ഓക്കെ അല്ല. വീടുണ്ടാക്കുകയാണെങ്കിലും ഒക്കെ നമ്മളൊരു ലോങ് പീരീഡിലേക്ക് ആയിരിക്കില്ലേ ഡിസൈൻ ചെയ്യുക. അപ്പം അത് തന്നെ വീടൊക്കെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് തന്നെയാണ്. ചില സ്ട്രക്ചേഴ്സ് നമ്മളിപ്പോൾ ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡിസൈൻ തിയറീസ് അല്ലേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന കുറച്ച് ഡിസൈൻ തിയറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡിസൈൻ തിയറീസ് എന്ന് നോക്കാം. ഡിസൈൻ തിയറീസ്, അപ്പം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഏതൊക്കെയാണ് ഡിസൈൻ തിയറി എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഫസ്റ്റ് വണ്ണാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. സെക്കൻഡ് വണ്ണാണ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. തേർഡ് വണ്ണാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പം ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ഈ ഒരു ടേംസ് എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം 3
ഡിസൈൻ തിയറീസ് ആണല്ലേ നമുക്കുള്ളത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഉണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡും ഉണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കണം. ഓരോന്നായിട്ട് നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സും എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ്സും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് അല്ലേ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഇതിനെ നമ്മൾ WSM എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യും. WSM അല്ലേ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. ആ സ്ട്രക്ചറിലേക്ക് നമ്മളിപ്പോൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവും അല്ലേ. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ ഏരിയ അല്ലേ. ആ ഒരു സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാളും കുറവാണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ സ്ട്രെസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെടുത്താൽ ഈ ഒരു എക്സ് ഈസ് ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ് ആയിരിക്കും. പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമിസിബിൾ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ കുറച്ച് മുന്നേ ഫാക്ടർ ഓഫ് സേഫ്റ്റീൻ്റെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന സമയത്ത് മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ പെർമിസിബിൾ സ്ട്രെസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ yield സ്ട്രെസ് ഡിവൈഡഡ് ബൈ പെർമിസിബിൾ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് എടുക്കേണ്ടത്. പെർമിസിബിൾ സ്ട്രെസ് കാണണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ പെർമിസിബിൾ സ്ട്രെസ് അല്ലേ. മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ പെർമിസിബിൾ സ്ട്രെസ് ആണ്. അപ്പോൾ നമ്മൾ പെർമിസിബിൾ സ്ട്രെസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം പെർമിസിബിൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണ്? മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് അല്ലേ. അപ്പം അതാണ് ഇവിടെ നോക്കേണ്ട ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പെർമിസിബിൾ സ്ട്രെസ് മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് എടുക്കുന്നത്. അതുപോലെ ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റീൻ്റെ വാല്യൂസ് ആണ് കേട്ടോ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റീൻ്റെ വാല്യൂസ് ഞാൻ എഴുതി തരാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു 1.8 ആണ് ഇൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ വേറെ വാല്യൂ പറയുന്നുണ്ട്, അപ്പം മിക്സ് ആയി പോകരുത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് കോൺക്രീറ്റ് 3 ആണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ എടുക്കുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് സ്റ്റീലിൻ്റെത് 1.8 ആണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞ ആ ഒരു തിയറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പെർമിസിബിൾ സ്ട്രെസ് നമ്മളിവിടെ എടുക്കുന്നത് മാക്സിമം സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് അല്ലേ. നമ്മളിപ്പം നമുക്കിപ്പോൾ ഒരു മാക്സിമം സ്ട്രെസ് വരുന്നത് 15 Newton/mm² ആണ് ഒരു സ്ട്രക്ചറിലേക്ക്. അല്ലെങ്കിൽ ഇതിനെ മാക്സിമം എടുക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് 15 Newton/mm² ആണെങ്കിൽ നമ്മൾ ഡിസൈൻ എത്രയാണ്? ഇപ്പം നമ്മൾ കോൺക്രീറ്റിൻ്റെ കേസിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ 15/3 എന്ന് പറഞ്ഞിട്ട് ഡിസൈൻ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ 5 Newton/mm² ഡിസൈൻ ചെയ്യുക. ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ആക്ച്വലി എടുക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും കുറവായിട്ടുള്ള വാല്യൂ ആണല്ലേ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എടുക്കുക. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഇവിടെ ഇപ്പം നമ്മൾ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള വാല്യൂ 5 Newton/mm² ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു എക്സ് ആണ് നമ്മൾ എടുക്കുന്ന സ്ട്രെസ് എങ്കിൽ ആ ഒരു എക്സ് എന്ന് പറയുന്നത്
നമ്മൾ ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ് ആണ് അല്ലേ. ഇപ്പം നമ്മളിവിടെ കോൺക്രീറ്റിൻ്റെ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് 15 Newton/mm² ആണെങ്കിൽ ഇതിനെ നമ്മൾ പെർമിസിബിൾ സ്ട്രെസ് കാണുന്ന സമയത്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 ആയിട്ട് കാണും. എന്നിട്ട് നമ്മൾ ഇതാണ് നമുക്ക് പെർമിസിബിൾ സ്ട്രെസ് കിട്ടിയത്. ഈ ഒരു പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാളും കുറവായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും നമ്മൾ എക്സ് എടുക്കുക. അപ്പം ഈ ഒരു കാര്യത്തിന് നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് ആക്ച്വലി എടുക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും ഇപ്പോൾ നമുക്ക് 10 വാല്യൂ ആണ് ആക്ച്വലി എടുക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു 2 എന്നുള്ളൊരു വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പം അത്രയും സേഫർ സൈഡായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മളൊരു സേഫർ സൈഡിലേക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്തായിരിക്കും? കോസ്റ്റ് കൂടുതലായിരിക്കുമോ കോസ്റ്റ് കുറവായിരിക്കുമോ? നമ്മളിപ്പം ഒരു ബീം ഡിസൈൻ ചെയ്യാണ്. അപ്പം അതിൻ്റെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു 30 Newton/mm² ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പെർമിസിബിൾ സ്ട്രെസ് കാണുന്നു. പെർമിസിബിൾ സ്ട്രെസ് കോൺക്രീറ്റിൻ്റെ കേസിൽ കാണുകയാണെങ്കിൽ നമ്മളിപ്പം 30 ഡിവൈഡഡ് ബൈ 3 ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 10 Newton/mm² കിട്ടും. പിന്നെ നമ്മൾ ഇതിൻ്റെ ആക്ച്വലി നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഡിസൈൻ ചെയ്യുമ്പം എക്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന് മുകളിൽ ലോഡ് അപ്ലൈ ചെയ്താൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ ഒരു 10 Newton/mm² ആണ് നമുക്ക് പെർമിസിബിൾ സ്ട്രെസ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കിട്ടിയിട്ടുള്ള പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാളും കുറവായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കില്ല നമ്മൾ സ്ട്രെസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഉണ്ടാവുക? റെഡിക്ക് ഈ ഒരു നമ്മൾ ബീമാണല്ലേ പറഞ്ഞത്. ബീമിന് 30 Newton/mm² വരെ മാക്സിമം സ്ട്രെസ് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളത് ഡിസൈൻ ചെയ്യുന്നത് 10ലും കുറഞ്ഞൊരു വാല്യൂ വെച്ചിട്ട് അല്ലേ. അപ്പം നമുക്ക് ഇത് സ്ട്രെങ്ത് കൂടുതലായിരിക്കും അല്ലേ, എപ്പോഴും സേഫ് ആയിരിക്കും. ഇതൊരിക്കലും ഫെയിൽ ആവുകയില്ല അല്ലേ. നമ്മൾ അത്രയും സേഫർ സൈഡ് ഇട്ടിട്ടാണല്ലേ ഡിസൈൻ ചെയ്യുന്നത്. ഇത് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാക്സിമം ഫെയിൽ ആവാതെ തന്നെയാണ് ഇരിക്കുക. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും സേഫർ സൈഡ് ഇട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ ഇതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അല്ലേ, ഇതാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരിക. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരുന്നത് ഇതേ രീതിയിലാണ് അല്ലേ. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ ആണ് നമ്മൾ എടുക്കുന്ന ആ ഒരു സ്ട്രെസ് എങ്കിൽ ഇവിടെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അല്ലേ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഇവിടെയാണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്ന FI അല്ലേ. നമ്മൾ സേഫർ സൈഡാണ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇത് എന്താണ് വരുന്നത്? ലീനിയർ ഇൻ നേച്ചർ ആണ് അല്ലേ, ലീനിയർ ആണ് വരിക. അപ്പം ഈ ഒരു മെത്തേഡിൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ലീനിയർ ഇൻ നേച്ചർ ആയിരിക്കും. അപ്പം നമ്മൾ സ്റ്റീലിൻ്റെ കേസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റീലിനെ നമ്മൾ ഇതുപോലെ തന്നെ സേഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ലെസ് ദാൻ FY/1.8 ആണല്ലേ. 1.8 ആണല്ലോ നമ്മൾ സ്റ്റീലിൻ്റെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റീലിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സിൻ്റെ 1.8 ആണ് നമ്മൾ എടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ആവുന്ന സമയത്ത് സ്റ്റീലൊക്കെ നിങ്ങൾക്ക് അറിയാം കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ അതിനെ കറക്റ്റ് എത്ര നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു അളവിൽ നമ്മളത് യൂസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പം നമ്മൾ ഒരു കമ്പി യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് ചിലപ്പോൾ ഒരു 3 കമ്പി നമ്മൾ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നഷ്ടമാണല്ലേ വരിക. അപ്പം ഈ ഒരു മെത്തേഡ് കോസ്റ്റ്ലി അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. മോർ എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ നോട്ട് എക്കണോമിക്കൽ അല്ലേ. അതുപോലെ തന്നെ മോർ സേഫ് ആണ് അല്ലേ. ഇതൊരിക്കലും ഫെയിൽ ആവില്ല. അതുകൊണ്ട് തന്നെ
ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത് മോർ സേഫ് ആണ്. അതുപോലെ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഇതൊരു ഓൾഡ് മെത്തേഡാണ് കേട്ടോ, അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഓൾഡ് ആൻഡ് കൺവെൻഷണൽ മെത്തേഡാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഓൾഡ് ആൻഡ് കൺവെൻഷണൽ മെത്തേഡ് ആണെങ്കിലും ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. ഏത് സ്ട്രക്ചറിലായിരിക്കും നമ്മൾ ഇത്ര സേഫ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക, ഏത് സ്ട്രക്ചറിനായിരിക്കും നമ്മൾ ഒരിക്കലും ഫെയിൽ ആവരുതെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നുണ്ടോ നോക്കാം. ഏതൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ മാക്സിമം സേഫ്റ്റി വേണം, അല്ലെങ്കിൽ ലോങ് ടേം പീരീഡിലേക്ക് നമുക്കിത് കിട്ടണം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക? ഏതാണ്? ലിക്വിഡ് റിട്ടൈനിങ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ. നമ്മൾ വാട്ടർ ടാങ്ക് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറേ കാലത്തേക്ക് അല്ലേ അത്രയും സേഫായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു എക്സ്പെൻസ് കൂടിയാലും നമുക്കതൊരു ലോങ് ടേമിലേക്ക് വേണ്ടതാണ് അല്ലേ. അപ്പം അത്രയും സേഫ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പം ഈ ഒരു ലിക്വിഡ് റിട്ടൈനിങ് സ്ട്രക്ചേഴ്സിനൊക്കെ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് തന്നെയാണ്. അപ്പം നോക്കുക. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് നോട്ടാക്കിയിട്ട് എഴുതാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ് അല്ലേ. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. അപ്പം വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് അല്ലേ. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിന് ഇതിലെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആദ്യം എഴുതാം. ദിസ് ഓൾഡ് ആൻഡ് കൺവെൻഷണൽ മെത്തേഡാണ്. അതുപോലെ തന്നെ ഇത് എന്താണ്, എന്തൊക്കെയാണല്ലേ നമ്മൾ നോക്കുന്നത്? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ് ആണെന്നാണല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് അത് തന്നെയാണല്ലേ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെത്. അപ്പം അതിനെ നമുക്ക് നോട്ടായിട്ട് എഴുതാം. ഹിയർ ദ ലോഡ് applied is such that the stress developed due to this applied load is always assumed to be less than the permissible stress അല്ലേ. less than the permissible സ്ട്രെസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നോക്കി വെക്കുക. അവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ഹിയർ ദ ലോഡ് അപ്ലൈഡ് ഈസ് സച്ച് ദാറ്റ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദിസ് അപ്ലൈഡ് ലോഡ് ഈസ് അല്ലേ. സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദിസ് അപ്ലൈഡ് ലോഡ് ഈസ് ഓൾവേസ് അസ്യൂംഡ് ടു ബി ലെസ് ദാൻ ദ പെർമിസിബിൾ സ്ട്രെസ് അല്ലേ. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയായിരുന്നു? ഫാക്ടർ ഓഫ് സേഫ്റ്റി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കോൺക്രീറ്റിൻ്റെ കേസിൽ എത്രയായിരുന്നു? 3-4 കോൺക്രീറ്റ് അല്ലേ. 3 ആയിരുന്നു നമ്മൾ കോൺക്രീറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് സ്റ്റീൽ എത്രയായിരുന്നു? ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 1.84 സ്റ്റീലാണ് അല്ലേ. അപ്പം അതാണ് നെക്സ്റ്റ് ഇവിടെ നോക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അല്ലേ, അത് നിങ്ങൾ നോക്കുക. ലീനിയർ ഇൻ നേച്ചറാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പം ആക്ച്വലി എടുക്കുന്നതിൻ്റെ കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ലീനിയർ ഇൻ നേച്ചറാണ് വരുന്നത്. അപ്പം ആ ഒരു പോയിന്റും എടുത്തെഴുതാം. സ്ട്രെസ് ബിഹേവിയർ ഈസ് ഇലാസ്റ്റിക് ആണ് അല്ലേ. ഇലാസ്റ്റിക് ആൻഡ് ലീനിയർ ഇൻ നാച്ചർ
ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സേഫ്റ്റി അല്ലേ. ഇത് നമ്മൾ ഇതിൻ്റെ അത്രയും സേഫ് സൈഡിൽ കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ ഇതൊരിക്കലും ഫെയിൽ ആവില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് പോയിന്റ് ആക്കി എഴുതിയാൽ ദിസ് മെത്തേഡ് വിൽ ഗിവ് അറ്റ്മോസ്റ്റ് സേഫ്റ്റി അല്ലേ, സേഫ്റ്റി എമംഗ് all other design method അല്ലേ. ബാക്കി 2 മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഏതൊക്കെയായിരുന്നു? അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും അല്ലേ. അപ്പം ആ 2 മെത്തേഡിനേക്കാളും ഈ 3 മെത്തേഡ് വെച്ച് നോക്കുന്ന സമയത്ത് മോർ സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ്. അതുപോലെ ഇത് എക്സ്പെൻസീവ് ആണ് അല്ലേ, എക്സ്പെൻസീവ് ആണ്. അപ്പം വർക്കിംഗ് സ്ട്രെസ് method is highly expensive അല്ലേ, highly expensive മെത്തേഡ് ആണ്. അതുപോലെ വേറെ ഏതൊരു പോയിന്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂസ് ചെയ്യുന്നത് അല്ലേ, used in liquid retaining structure or liquid retaining structures are designed based on working stress method അല്ലേ. അപ്പം അത് നോക്കി വെക്കുക. പിന്നെ ഏതാണ് ഒരു പോയിന്റ് നമുക്ക് നോക്കാനുള്ളത്? പിന്നെ നമുക്ക് നോക്കാനുള്ളത് അൺഎക്കണോമിക്കൽ ആണ് അല്ലേ, ഇത് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് അൺഎക്കണോമിക്കൽ ആണ്, അതും കൂടെ നോട്ട് ചെയ്യുക. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഈസ് അൺഎക്കണോമിക്കൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ചെയ്യുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ് അല്ലേ ചെയ്യുന്നത്. എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ ആക്ച്വലി ഉള്ള ഒരു സ്ട്രെങ്ത്തിനേക്കാളും ലെസ്സർ സ്ട്രെങ്ത് ആണ് അല്ലേ, ലെസ്സർ സ്ട്രെങ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഇൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് വി ആർ manipulating strength of the material, strength of the material, that is we assuming a lesser strength of material by reducing the strength of material by using ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ വെച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ബാക്കി 2 മെത്തേഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ
നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുമ്പോൾ സർവീസ് ലോഡ് അല്ലെ. സർവീസ് ലോഡ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലോഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് അല്ലെ. നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള സൈറ്റിലാണ് ആ ഒരു സർവീസ് ലോഡിന് നമ്മൾ എടുക്കേണ്ടത്. അത് തന്നെയാണല്ലേ, അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണല്ലേ സെക്കൻഡ് പോയിന്റ് വരുന്നത്. അതായത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഗ്രേറ്റർ ദാൻ ലോഡ് അപ്ലൈഡ് ആയിരിക്കും. നമ്മൾ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡിനേക്കാളും ഗ്രേറ്റർ ആയിട്ടാണ് നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ തേർഡായിട്ട് നോക്കിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ സർവീസബിലിറ്റി ആണ് അല്ലേ. സർവീസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു സാധനം ഉണ്ടാക്കുന്നത്, അപ്പം ആ ഒരു യൂസിന് അത് ചെയ്യാൻ പറ്റണം അല്ലേ. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു, ഒരു ചെയർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചെയർ നമുക്ക് ഇരിക്കാൻ ഉപകാരപ്പെടണം അല്ലേ. നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു വീട്ടിൽ നമുക്ക് കയറി താമസിക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ അതേ രീതിയിൽ സർവീസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 3 ഫാക്ടേഴ്സ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അല്ലേ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 3 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡിസൈൻ ചെയ്യുന്ന മെത്തേഡിൽ ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ നമ്മൾ ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് അല്ലേ. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ഏതാണ്? സെക്കൻഡ് തിയറി ഏതാണ്? അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡാണ് അല്ലേ. അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ULM ആണ്. നെക്സ്റ്റ് ഡിസൈൻ തിയറി എന്ന് പറയുന്നത് തേർഡ് വണ്ണ് വരുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് അല്ലേ. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അങ്ങനെ 3 തിയറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്തൊക്കെയായിരുന്നു? വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഇതിൽ അസ്യൂം ചെയ്യുന്നത് അല്ലെ. വർക്കിംഗ് സ്ട്രെസ്സിൽ മെത്തേഡിൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നതെന്ന് പറയുന്നത് സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദിസ് അപ്ലൈഡ് ലോഡ് അല്ലെ. സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ് നമ്മൾ അസ്യൂം ചെയ്യുക ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ് ആയിരിക്കും. അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ അത് ഓൾഡ് ആൻഡ് കൺവെൻഷണൽ മെത്തേഡാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. ഫാക്ടർ ഓഫ് സേഫ്റ്റി കോൺക്രീറ്റിനും നമ്മൾ സ്റ്റീലിനും പറഞ്ഞു. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? നമ്മൾ ഇവിടെ പെർമിസിബിൾ സ്ട്രെസ് കാണും, മാക്സിമം സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് അല്ലേ. അപ്പം നമുക്കിവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വേണം. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 1.8 വരിക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും അല്ലേ. ഒരു പെർമിസിബിൾ സ്ട്രെസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് അല്ലേ, ഈ ഒരു മെത്തേഡിൻ്റെത് എന്താണ് ബിഹേവിയർ എന്ന് നോക്കണം. ഇലാസ്റ്റിക് ആൻഡ് ലീനിയർ ഇൻ നേച്ചർ ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് നിങ്ങൾക്ക് ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് സേഫ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുള്ള 3 തിയറികളിൽ വെച്ചിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണ്. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. അതുപോലെ ഹൈലി എക്സ്പെൻസീവ് മെത്തേഡ് ആണ് അല്ലേ. നമ്മളിതിനെ സേഫർ സൈഡ് ഇട്ടിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവും ആണ്, അതുപോലെ തന്നെ ഹൈലി അൺഎക്കണോമിക്കലും ആണെന്ന് നമുക്കിത് പറയാൻ പറ്റും. ഹൈലി എക്സ്പെൻസീവ് ആൻഡ് ഹൈലി അൺഎക്കണോമിക്കലാണ് ഈ ഒരു മെത്തേഡ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് അല്ലേ, യൂസ് ചെയ്യുന്നത് എവിടെയായിരുന്നു? ലിക്വിഡ് റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? സ്ട്രെങ്ത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അല്ലേ ചെയ്യുന്നത്. സ്ട്രെങ്ത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണല്ലേ ചെയ്യുന്നത്. അസ്യൂം എ ലെസ്സർ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബൈ റെഡ്യൂസിങ് ദ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബൈ യൂസിങ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. നമ്മൾ തുടക്കത്തിൽ എന്താണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്നുള്ള കാര്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ്. പക്ഷേ ഇവിടെ മാനിപ്പുലേറ്റിംഗ് സ്ട്രെങ്ത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അങ്ങനെ എക്സാമിന് എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡും അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും നമുക്ക് നോക്കാം. ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലും അതുപോലെ തന്നെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക എക്സാമിന്.
നമുക്കിതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റിൻ്റെത് ഒരു ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതി വെക്കുക. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3 ഫോർ കോൺക്രീറ്റ് ആണ്, 1.84 സ്റ്റീൽ ആണെന്നുള്ളത് നോക്കി വെക്കുക. ഇനി നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലും പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി പറയുന്നുണ്ട് അല്ലേ. അപ്പം അതും രണ്ടും നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതണം. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ എന്തായാലും നോട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. അറ്റ്ലീസ്റ്റ് നോട്ട് ഇല്ലെങ്കിൽ ഷോർട്ട് നോട്ടെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ അതായിരിക്കും കൂടുതൽ ഹെൽപ്പ് ആവുക. നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേയിൽ നിന്നും എല്ലാ വീഡിയോസും എടുത്ത് കണ്ട് നിങ്ങൾക്ക് പഠിക്കുന്നത് പോസിബിൾ അല്ല അല്ലേ. എപ്പോഴും നിങ്ങളൊരു നോട്ടും ഷോർട്ട് നോട്ടും എന്തായാലും കീപ്പ് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം ലാഭിച്ചിട്ട് പഠിക്കാൻ പറ്റുക. പഠിക്കുന്ന സമയത്ത് ക്ലാസ്സൊക്കെ കേട്ട് നിങ്ങൾ കറക്റ്റ് ടൈം എടുത്ത് തന്നെ പഠിക്കുക. പക്ഷേ എക്സാമിൻ്റെ റിവിഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാനാണല്ലേ നോക്കേണ്ടത്. ഓൾറെഡി ഗ്രേഡ് 1 എക്സാമിൻ്റെ സിലബസും എക്സാം ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.